മറ്റുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഫോർ എക്സാമ്പിൾ പ്രൈവറ്റൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് ഇതാണെങ്കിലും നമ്മുടെ എക്കണോമിക്സിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് വരൂലേ? അതേപോലെ ജെൻഡർ ഇക്വാളിറ്റിയിലും ഡിഫറൻസ് വരുമ്പോൾ ഒരു ഇതിന് മാത്രം ഫേവർ ചെയ്യുമ്പോൾ KSRTCക്കാർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ട്രാവലേഴ്സുകാരും മറ്റുള്ള ബസ്സുകാരുടെ ജോലിക്ക് ബാധിക്കില്ല അത്. അപ്പോൾ അതിനോട് വലിയ യോജിപ്പ് എനിക്ക് തോന്നുന്നില്ല. അത് എത്ര ദിവസം ഉണ്ടാകുന്നു നമുക്ക് പറയാനും പറ്റില്ല. മറ്റുള്ളവർക്ക് അതൊരു അടിയായിട്ട് വരുന്ന തോന്നുന്നത്. നല്ലതല്ലേ അതിന് ബസ് പൈസ കൊടുക്കാണ്ട് കയറാരോ. സൗജന്യമായി കഴിഞ്ഞാൽ എല്ലാവർക്കും സൗകര്യം എന്ന് പറയാം. പറയുന്ന വാക്കിൽ പാലിക്കണ്ടേ, അത്രയാണല്ലോ. അതിനുമാതിരി പറയാൻ എല്ലാവരും പറയലെന്നാണുള്ളൂ. അത് നടപ്പാക്കി കിട്ടിയാൽ എല്ലാവർക്കും സൗകര്യമായി. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. പക്ഷേ അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിലാണ് കാര്യമുള്ളത്. സ്വകാര്യ ബസ് മേഖലയിൽ തീർച്ചയായും ബാധിക്കുന്നത്. കാരണം അവർ സമരം ഉണ്ടാക്കും. അപ്പോൾ അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിയമമാണെങ്കിൽ അവർക്കും കൂടെ അനുകൂലം ഉണ്ടാക്കുന്ന ഒരു നിയമമായിരിക്കണം. വരികയാണെങ്കിൽ നല്ലതാണ്, കാര്യങ്ങളാണ്. പിന്നെ കുറേ സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു ഇതിനിടയ്ക്കൊരു ഇത് കണ്ടിരുന്നു, ബൈക്കിൽ പോണവരൊക്കെ വീണതും ഇതൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെറുതെ കാണിച്ചെന്നുള്ളൂ. പക്ഷെ കിട്ടണമെങ്കിൽ നല്ല തന്നെയാണ് അവർക്ക്.